പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന്റെ നിർണായക ഇടപെടൽ. പെട്രോൾ ഡീസൽ എക്സൈസ് നികുതി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. 10 രൂപ വീതമാണ് കുറച്ചത്. ഇതോടെ ഡീസലിന്റെ എക്സൈസ് നികുതി പൂർണ്ണമായും ഒഴിവാക്കി. 13 രൂപയായിരുന്ന പെട്രോളിന്റെ എക്സൈസ് നികുതി 3 രൂപയായിട്ടാണ് കുറച്ചത്. നിലവിൽ $122 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില. പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ച ഫെബ്രുവരി 28 മുതൽ അന്താരാഷ്ട്ര എണ്ണവിലയിൽ 50% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ആഗോള ഇന്ധന നീക്കത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമസ് പ്രതിസന്ധിയിലാണ് വില വർധനവിന് കാരണമായത്. ഇതോടെ മിക്ക രാജ്യങ്ങളിലെ ഇന്ധനവിലയും ഉയർന്നു. ഇതിനിടെയാണ് നികുതി വരുമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വില വർധനവ് സർക്കാർ പിടിച്ചുകെട്ടിയത്. എക്സൈസ് തീരുവ കുറയ്ക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് തുടങ്ങിയ എണ്ണ കമ്പനികൾക്ക് ആശ്വാസമാകും. നിലവിൽ പെട്രോളിന് 24 രൂപയും ഡീസലിന് 30 രൂപയും നഷ്ടം സഹിച്ചാണ് എണ്ണ കമ്പനികൾ ഇന്ധനം വിപണിയിലെത്തിക്കുന്നത്. നികുതി കുറച്ചതോടെ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ ഇവർക്കാകും. കഴിഞ്ഞ ദിവസം സ്വകാര്യ മേഖലയിലെ പ്രമുഖ എണ്ണ കമ്പനിയായ നയാര വില കുത്തനെ കൂട്ടിയത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. 6967 എണ്ണം മാത്രമാണ് നയാരയുടെ ഉടമസ്ഥതയിലുള്ളത്. അതിനാൽ തന്നെ പൊതുജനങ്ങളെ ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല.